ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉഴുന്ന് ചേർക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ബൺദോശയും അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കാത്ത ചട്നിയുമാണ്. അപ്പൊ ബൺദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ അപ്പത്തിന്റെയും ദോശയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവമാണത്. നല്ല ടേസ്റ്റ് ആണത് കഴിക്കാൻ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ബൺദോശയ്ക്ക് വേണ്ടി ഞാൻ 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവ ചേർക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ആ ബൺദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഉഴുന്നൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് 2-3 വെള്ളത്തിൽ കഴുകിയ ശേഷം ഒന്ന് കുതിരാനായിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് വെക്കാം. ഇപ്പൊ ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അരിയും ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 കപ്പ് പച്ചരിയല്ലേ എടുത്തത്. 2 കപ്പ് പച്ചരി എടുക്കുമ്പോൾ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. പിന്നെ എടുത്തേക്കുന്നത് അവലാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. നമുക്ക് വെള്ള അവലായാലും ചുമന്ന അവലായാലും എടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ചുമന്ന അവൽ എടുക്കുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അരിയിലെ വെള്ളത്തിന്റെ നനവുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് അവലൊന്നും വെള്ളത്തിലൊന്നും കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ അരിയുടെ നനവ് കൊണ്ട് തന്നെ അതൊന്ന് കുതിർന്നു വന്നോളൂ. പിന്നെ നമ്മൾ ഇതിനകത്തിലെ ഉഴുന്നോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഈനോയോ ഒന്നും ചേർക്കുന്നില്ല. എന്നാൽ തന്നെ നമ്മുടെ ദോശ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെയായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ദോശയുടെ പരുവത്തിനല്ലത് അരച്ചെടുക്കുന്നത്. കുറച്ചുകൂടി തിക്കായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഒരുപാട് ലൂസായി പോകരുത്. അപ്പൊ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ മാവെല്ലാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല കുറുകുറാന്നായിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. അതിന് നമ്മൾ തവി ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് നമ്മുടെ കൈ ഒന്ന് വാഷ് ചെയ്ത ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. കൈകൊണ്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ദോശയായാലും ഇഡലി ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നല്ല പഞ്ഞു പോലത്തുള്ള ദോശയായാലും ഇഡലി ആയാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നന്നായിട്ട് അത് ചേർന്ന് കിട്ടും. അപ്പൊ ഞാൻ നല്ലതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓവർനൈറ്റ് വെക്കണം. അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചട്നി തയ്യാറാക്കാം. ഞാനിവിടെ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ 2-3 പീസ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്, പക്ഷെ ഒരുപാടൊന്നും വഴറ്റിയെടുക്കണ്ട. ഒരു ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാൻ മതി. അപ്പൊ ഇത് വഴണ്ടി വരാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. കണ്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് കൂടെ ഇതുപോലെ തുറന്നു വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴേ ഇതിനകത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. ഇനി ഞാനിതിലേക്ക് കുറച്ച് പൊട്ടുകടലയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടുകടല ചേർത്ത് നമ്മൾ ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചട്നിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുകയും ചെയ്യും. തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം എരിവ് കുറച്ചായതുകൊണ്ട് പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ ആ മുളക് പൊടിയുടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റണം. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ ചട്നിക്ക് കിട്ടുന്നത്. ഇത് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് പൊട്ടുകടല ആയാലും മതി. അപ്പൊ ഈ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇത് ചൂടാറുമ്പോഴേ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരയ്ക്കാവുന്നതാണ്, ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മള് തലേദിവസം അരച്ചു വെച്ച മാവ് നല്ല കറക്റ്റ് പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ. പക്ഷെ ഇത് ഒരുപാട് പതഞ്ഞു പൊങ്ങിയൊന്നും വരില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് ഈസ്റ്റോ സോഡാപ്പൊടിയോ അതുപോലെ തന്നെ ഉഴുന്നോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമ്മള് ഈ അവല് ചേർക്കുന്നതിന് പകരം നമുക്ക് ചോറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചോറും അവലും കൂടെ ഹാഫായിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട് ഈ ഒരു തിക്നെസ്സേ ആകാവൂ. ഇനി നമ്മൾ ഇത് ചെയ്തെടുക്കുമ്പോഴേ കൂടുതൽ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ ഇത് കറക്റ്റ് വരുവാണ്. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഉഴുന്നൊക്കെ ചേർത്ത് കൊടുക്കാന്. ഈ ഉഴുന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കുറച്ച് സവാള, ഒരു ചെറിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ താളിച്ചു വെച്ച ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഈ താളിച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ ബൺദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ദോശയ്ക്ക്, ഈ വറവ് ചേർത്ത് കൊടുക്കുമ്പോഴൊക്കെ. ഇനി ഇതിന്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബൺദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു അപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ അപ്പച്ചട്ടിയിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പച്ചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീനിച്ചട്ടി ആയാലും മതി. ഈ കുഴിയുള്ള പാത്രത്തിൽ വേണം നമ്മള് ബൺദോശ ഉണ്ടാക്കിയെടുക്കാൻ. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാവ് നമുക്ക് ഒരു തവി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഇതാ കണ്ടില്ലേ, 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പൊ ഈ സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ഒഴിക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇതൊന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാ കണ്ടില്ലേ, 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റ് ആണത്. നിങ്ങളിത് ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പൊ ദാണ്ട് ആ നേരത്തിന് ഞാൻ നമ്മുടെ തക്കാളി ചട്നിക്കുള്ളതും അരച്ചെടുത്തിട്ടുണ്ട്. ദാണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കടുകും കൂടി താളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ബൺ ദോശയും അതുപോലെ തേങ്ങ അരയ്ക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കണ്ട നിങ്ങളെ ദോശയൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ സ്ട്രക്ചർ അറിയാൻ പറ്റത്തുള്ളൂ. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ആരി വെച്ചതുപോലെ തന്നെ നമ്മുടെ ആ ദോശയുടെ
ആ സെൻട്രൽ ഭാഗം വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു അപ്പത്തിന്റെ ഒരു സ്ട്രക്ചർ ആണോ അതോ ദോശയാണോ, ഇത് രണ്ടിന്റെയും കൂടെ ഇടയ്ക്കുള്ള ഒരു സംഭവമാണിത് കേട്ടോ. നല്ല ടേസ്റ്റ് ആണിത്. അപ്പൊ എല്ലാരും ഇത് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. ബൈ, താങ്ക് യു.